ഓം നമോ നാരായണായ. നാളെ പരിവർത്തന ഏകാദശിയാണ്. അതേക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയാലോ. ആഷാഢമാസം, ശ്രാവണമാസം, ഭാദ്രപദമാസം, ആശ്വിനമാസം ഇവ ചേർന്നതാണ് ചാതുർമാസം. ഈ 4 മാസം ഭഗവാൻ നിദ്രയിലാണെന്നാണ് വിശ്വാസം. കാർത്തിക മാസം നിദ്രയിൽ നിന്നും ഉണരുന്നുവെന്നും വിശ്വാസമുണ്ട്. ആഷാഢമാസത്തിലെ വെളുത്ത പക്ഷം ദേവശയനി ഏകാദശി മുതൽ ഭഗവാന്റെ നിദ്ര ആരംഭിക്കുന്നു. കാർത്തിക മാസത്തിലെ വെളുത്ത പക്ഷം ഉത്ഥാന ഏകാദശി അല്ലെങ്കിൽ ഹരിബോധിനി ഏകാദശി നാൾ ഭഗവാൻ നിദ്രയിൽ നിന്ന് ഉണരുകയും ചെയ്യുന്നു. അന്നാണ് ഗുരുവായൂർ ഏകാദശി. ഇതിനിടയിൽ ഭാദ്രപദ മാസം ഭഗവാന്റെ നിദ്രാരീതിക്ക് ഒരു പരിവർത്തനം സംഭവിക്കുന്നുണ്ട്. ഭഗവാൻ തിരിഞ്ഞുകിടക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഈ ഏകാദശി പരിവർത്തന ഏകാദശി എന്ന് അറിയപ്പെടുന്നു. ഭാദ്രപദ ശുക്ലപക്ഷത്തിലെ ഏകാദശി കഴിഞ്ഞ ദ്വാദശിയിലാണ് മഹാവിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമായ വാമനൻ അവതരിക്കുന്നത്. അതിനാൽ വാമന ഏകാദശി എന്നും ഇതിന് പേരുണ്ട്. എങ്ങനെയാണ് പരിവർത്തന ഏകാദശി അനുഷ്ഠിക്കുന്നതെന്ന് നോക്കാം. ദശമിയും ദ്വാദശിയും ഒരിക്കലൂണാണ്. ഏകാദശി നാൾ പൂർണ്ണമായ ഉപവാസം അനുഷ്ഠിക്കണം. ഭജന, സത്സംഗം, പുണ്യക്ഷേത്ര ദർശനം ഇവ നടത്തി ദ്വാദശി നാൾ പാരണ കഴിച്ച് വ്രതം അവസാനിപ്പിക്കണം. വെളുത്ത പക്ഷം ഏകാദശിയാണ് ഉത്തമം. എല്ലാ നിലയിലുള്ളവർക്കും ഏകാദശി വ്രതാനുഷ്ഠാനം പരമ ഔഷധമായി വിധിച്ചിട്ടുണ്ട്. ഏകാദശി സർവപാപങ്ങളിൽ നിന്നും മോചനവും വൈകുണ്ഠപ്രാപ്തിയും നൽകുന്ന ആചരണമാണ്. ഈ ഏകാദശി വ്രതം കൊണ്ട് അപാരമായിരിക്കുന്ന പാപങ്ങൾ ദൂരീകരിക്കും. നിർജ്ജല ഏകാദശി വ്രതം നോൽക്കുമ്പോൾ ജലം, ഫലങ്ങൾ, അന്നം എല്ലാം പൂർണ്ണമായും ഉപേക്ഷിച്ച് ഉപവാസം അനുഷ്ഠിക്കുകയാണെങ്കിൽ എല്ലാ കഷ്ടതകളും കടങ്ങളും പാപങ്ങളും തീരുമെന്നാണ് വിശ്വാസം. ദശമി, ഏകാദശി, ദ്വാദശി എന്നീ 3 ദിനങ്ങൾ ഏകാദശി വ്രതത്തിന് വളരെ പ്രാധാന്യമർഹിക്കുന്നു. ദശമി നാളിൽ ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാം. ഏകാദശി നാളിൽ പൂർണ്ണമായി ഉപവസിക്കുന്നതാണ് ഉത്തമം. ജലപാനം പോലും പാടില്ല. അതിന് സാധിക്കാത്തവർക്ക് അരിഭക്ഷണം മാത്രം ഒഴിവാക്കി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഗോതമ്പ്, ചാമ എന്നിവ കൊണ്ടുള്ള ലളിതമായ വിഭവങ്ങളും പയർ, പുഴുക്ക്, പഴവർഗ്ഗങ്ങൾ എന്നിവയും ഭക്ഷിക്കാവുന്നതാണ്. ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്ര സന്ദർശനം നടത്തണം. പകലുറക്കം പാടില്ല. ഈ മഹാപുണ്യദിനത്തിൽ രാത്രിയും ഉറങ്ങാതെ വിഷ്ണുനാമ മന്ത്രജപത്തോടെ കഴിയുന്നതും മൗനം ഭജിക്കുന്നതും വളരെ ഉത്തമമാണ്. ദ്വാദശി നാളിൽ ഹരിവാസര സമയം കഴിഞ്ഞ ശേഷമാണ് പാരണ വീട്ടേണ്ടത്. വ്രതസമാപ്തിയിൽ തുളസീതീർത്ഥം സേവിച്ച ശേഷം ഭക്ഷണം കഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് പാരണ വീട്ടുക. ഈ സുദിനത്തിൽ തുളസീതീർത്ഥമല്ലാതെ മറ്റൊന്നും കഴിക്കാതെ ഇരിക്കുന്നവരുമുണ്ട്. അതിന് സാധിക്കാത്തവർക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുകയുമാകാം. അഥവാ പൂർണ്ണ ഉപവാസം സാധ്യമല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ ഭക്ഷിച്ച് ഉപവസിക്കുക. ദിവസം മുഴുവൻ ഭക്ഷണം ഉപേക്ഷിക്കാൻ കഴിയാത്തവർ രാവിലെ കുളിച്ച് വിഷ്ണു വിഗ്രഹത്തിലോ ചിത്രത്തിലോ 108 തുളസിയില എടുത്ത് വിഷ്ണു ഗായത്രി മന്ത്രം ചൊല്ലി ഓരോ തുളസിയില വീതം വിഷ്ണുവിൻ്റെ പാദത്തിങ്കൽ അർപ്പിക്കുക. ദ്വാദശി കഴിയുന്നതിന് മുൻപ് തുളസി തീർത്ഥം സേവിച്ച് പാരണ വീട്ടണമെന്നാണ് മാനദണ്ഡം. ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും ഒത്തുചേരുന്ന ഹരിവാസര മുഹൂർത്തത്തിൽ ഒന്നും തന്നെ ഭക്ഷിക്കാതിരിക്കുന്നത് അത്യുത്തമമാണ്. ഈ സമയത്ത് മഹാവിഷ്ണുവിൻ്റെ മഹനീയ സാമീപ്യം വളരെ കൂടുതലായി ഭൂമിയിൽ അനുഭവപ്പെടുമെന്നാണ് വിശ്വാസം. ഹരിവാസര സമയത്ത് നടത്തുന്ന മഹാവിഷ്ണു ഭജനം പരിപൂർണ ഫലസിദ്ധി നൽകുമെന്നാണ് ഐതിഹ്യം. മഹാവിഷ്ണു ഭഗവാന്റെ കൃപാകടാക്ഷം ലഭ്യമാകുന്നതിന് ഏവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുക. ഇതിലൂടെ ലക്ഷ്മി ദേവിയുടെ കൃപാകടാക്ഷത്തിനും ഏവരും യോഗ്യരായിത്തീരുന്നു.
ക്ഷേത്ര ദർശനവും വേണം. വിഷ്ണു സഹസ്രനാമം, അഷ്ടോത്തരം, ശ്രീമദ് ഭാഗവതം, നാരായണീയം എല്ലാം കഴിയുന്നത്ര പാരായണം ചെയ്യണം. ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നീ മന്ത്രങ്ങൾ എല്ലാ ദിവസവും 108 തവണ വീതം ചൊല്ലുന്നതും വളരെ ഉത്തമമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ശ്രീ ഋഷിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരമാവധി ഈ അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക.